ഷോലെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് കൊണ്ടാടപ്പെടുന്ന ഒരു സിനിമയാണ്. കൃത്യമായിട്ട് 2002 BBC നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ ആണ് ഇത് ഈ ഷോയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. വേറെ ചില ഇതേപോലെ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും മികച്ച സിനിമയായിട്ട് ഇന്ത്യ സിനിമയിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മുഗളെ ആസമാണ്. മുഗളെ ആസമും ഷോലയും തമ്മിൽ ഇങ്ങനെ മാറി മാറി വന്നിരുന്നെങ്കിലും ഷോലയാണ് അതിൽ പല കാരണം കൊണ്ടും ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മികച്ച സിനിമയായിട്ട് കരുതാൻ ന്യായം. ഷോലെ അതിൻ്റെ കാലത്ത് തന്നെ ഒരു മിത്തായി വളരുകയുണ്ടായി. അതിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അവർക്ക് പരിചിതമായ ദൈവങ്ങളും കഥാപാത്രങ്ങളും അങ്ങനെയായിട്ടുള്ള രാമൻ, കൃഷ്ണൻ, സീത, രാവണൻ എന്നൊക്കെ പറയുന്ന ഈ ആളുകളുടെ ലെവലിലേക്ക് ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ സാധാരണ മനുഷ്യർ ഇത് സിനിമയിലെ കഥാപാത്രത്തെ കണ്ടു. ആ നിലയിലേക്ക് ഈ സിനിമ വളർന്നു. 3 കോടി രൂപയ്ക്കാണ് സിനിമ നിർമ്മിക്കുന്നത്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 35 കോടി കളക്ട് ചെയ്യും. വിദേശത്ത് നിന്ന് 25 കോടി കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 3 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ചിത്രം ഇന്ത്യ ആദ്യത്തെ റിലീസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പല തവണ ഇത് റിലീസ് ആയിട്ട് വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ 60 തിയേറ്ററുകളിൽ 50 വർഷം പൂർത്തീകരിക്കുക, ഗോൾഡൻ ജൂബിലി എന്ന് പറയുക, 50 വർഷം അത് പൂർത്തീകരിക്കുന്നുണ്ടായി. 100 തിയേറ്ററുകളിൽ 25 വർഷം സിൽവർ ജൂബിലിയും ആഘോഷിക്കുന്നുണ്ടായി. അതുകൂടാതെ സിനിമ റിലീസ് ചെയ്ത മിനർവ തിയേറ്ററിൽ, എൻ്റെ പ്രിവ്യൊക്കെ നടന്നത് മിനർവ തിയേറ്ററിലാണ്. അവിടെ ഇത് തുടർച്ചയായിട്ട് ഫുൾ ഷോ 1500 കാണികൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള വലിയ തിയേറ്ററിൽ ഫുൾ ഷോ തുടർച്ചയായി 5 വർഷം ഈ സിനിമ ഓടിയിട്ടുണ്ടായി. ഇത് പിന്നെ ഈ ഒരു റെക്കോർഡ് അന്ന് വരെയുള്ള ഏറ്റവും വലിയ സിനിമ, ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ എന്നുള്ളതിൽ ഈ ഷോയിലായിരുന്നു. അതിൽ ഒരു 1994 ഒരു 19 വർഷം കഴിഞ്ഞിട്ടാണ് ആ റെക്കോർഡ് പിന്നെ ഹം ആപ്കെ ഹൈ കോൺ എന്നുള്ള സിനിമ ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു ഈ തരത്തിൽ കാണാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയ ഒരു തരംഗം, ഇതുണ്ടാക്കിയൊരു വേവ്, ഈ ആളുകളുണ്ടായൊരു ഇത്, അതൊന്നും ഹം ആപ്കെ ഹൈ കോൺ എന്നുള്ള സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ സിനിമ കാണുന്നത്, ഷോലെ കാണുന്നത് ബോംബെയിൽ ഈ പറഞ്ഞ മിനർവ തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കാണുന്നത്. 1977 ഞാൻ ബോംബെ പോകുന്നത്. ബോംബെ പോകുമ്പോൾ എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന് എൻ്റെ ഒരു അജണ്ട മിനർവ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ 2 കൊല്ലം ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഭയങ്കര ഹ്യൂജ് ഹിറ്റായിട്ട് വളർന്നിരിക്കുകയാണ്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് പത്രക്കാരും അത് ക്രിട്ടിക്കുകളും ജനങ്ങളെ നിന്ന് സിനിമ തള്ളിക്കളയും. ഷോലെ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റ് ഡിസാസ്റ്റർ, ഫ്ലോപ്പ് എന്ന് മാത്രമല്ല ഡിസാസ്റ്റർ ആണെന്ന് പറഞ്ഞാണ് എഴുതിയത്, പത്രങ്ങളൊക്കെ എഴുതിയത്. പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖൻ പറഞ്ഞത് പിന്നെ ഈ ഷോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബേഴ്സ്, കനലുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഡെഡ് എംബേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ വരുന്നത്. അതിനൊരുപാട് കാരണങ്ങൾ നിരത്തുന്നുണ്ട്. അതിൽ പ്രധാന കാരണം ഇവർ പറയുന്നത് വെച്ചാൽ, ഞാൻ ഒരാളല്ല ഒരുപാട് പേര് പറഞ്ഞ കാരണങ്ങളിൽ ഞാനൊന്ന് സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. ഇത് ഏത് കാറ്റഗറിയിൽ പെടുത്താമെന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു കാറ്റഗറി ഉണ്ട്, ഒരു ജോണർ ഉണ്ടാവും. ഇതൊരു വൈൽഡ് വെസ്റ്റ്, ഒരു സ്പാഗറ്റി വെസ്റ്റേൺ ആണ്. അതാണ് ഇതിൻ്റെ കഥ വരുന്നത്. അതേ സംബന്ധിച്ച് റൊമാൻസാണ് ഇതിൽ, ഇത് കോമഡിയാണ്. പ്രധാന താരങ്ങളൊക്കെ തന്നെ കോമഡി അഭിനയിക്കുകയാണ് അവസാനം വരെ. അതിൽ പ്രത്യേകിച്ച് വീരുവും ഹേമമാലിന്യം ധർമ്മയും തമ്മിലുള്ള പ്രണയം, അങ്ങനെ കല്യാണം അന്വേഷിക്കാൻ പോകുന്നത്, ഇങ്ങനെ അല്ലാതെ തന്നെ ഒരുപാട് കോമഡി ആക്ടേഴ്സ് ഉണ്ട്. അസ്രാനിയുടെ ജയിലറുണ്ട്, ജഗദീപിൻ്റെ എന്താ പറയുക സുർമ ഭോപ്പാലിയുണ്ട്. പക്ഷെ പ്രധാന താരങ്ങളും തന്നെ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രനും ഹേമമാലിന്യം കൂടി കൂടിയിട്ട് കോമഡി ചെയ്യുകയാണ്. അപ്പോൾ ഇത് കോമഡി പെടും. പിന്നെ മ്യൂസിക്കലാണ്, റിവഞ്ചാണ്. ഇങ്ങനെ ഒട്ടേറെ സിനിമകളുടെ ഒരു ജോണറിൻ്റെ ഒരു ഭാഗത്തുക ആയതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പരാജയത്തിൻ്റെ, ഈ ചിത്രം കിക്ക് ചെയ്യാതെ പോയതിൻ്റെ പ്രധാന കാരണം ഇതാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. വേറൊരു കാരണം ചൂണ്ടിക്കാട്ടിയത്, അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ
കൊല്ലപ്പെടുകയാണ് അവസാനം. അമിതാഭ് ബച്ചൻ സിനിമ തുടങ്ങുമ്പോൾ 1973 സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ അത് ബാംഗ്ലൂരിനടുത്ത്, കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തിലെ രാംഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിൻ്റെ ഈ സിനിമയിൽ ഈ സിനിമയുടെ ഈ സ്ഥലത്തിൻ്റെ പേര് രാംഗഡ് എന്നാണ്. അപ്പോൾ രാംനഗർ എന്നൊരു സ്ഥലത്ത് ഇവർ ഒരു വില്ലേജ് ഉണ്ടാക്കി 2.5 വർഷം അവിടെ ഷൂട്ട് ചെയ്തിട്ടാണ് സിനിമ ഇറക്കുന്നത്. ഈ കഥ ഇങ്ങനെ ഒരു ജോണൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ആളുകൾക്ക് കൺഫ്യൂഷനായി. അതാണ് പറഞ്ഞത്. അമിതാഭ് ബച്ചൻ ആ സമയത്ത് സ്റ്റാർ ആയിരുന്നില്ല. തുടർച്ചയായിട്ട് 18 സിനിമകൾ പൊട്ടിക്കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. എന്താ പറയുക, രാഷ്ട്രീയ പത്തർ, ഏക് നസർ, ബൻസി ബിർജു, ഇങ്ങനെ കുറേ സിനിമ, ബാന്ദേ ഹാത്ത്, ഇതൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ അമിതാഭ് ബച്ചൻ ഈ സമയത്ത് എല്ലാ സിനിമകളും പൊളിഞ്ഞ് പാളിച്ചായി കിടക്കുന്ന സമയമായതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ ഉണ്ടായിരുന്നു. രാത്രി മാത്രം പുറത്തിറങ്ങുകയും ആളുകളെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ല നടക്കുകയും വീടിനകത്ത് നിന്ന് എല്ലാവരും ഇറങ്ങിയ ശേഷം പുറത്തിറങ്ങി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം അമ്മ തേജി ബച്ചൻ സമാധാനിപ്പിക്കും, അതൊക്കെ സമയം വരും. അങ്ങനെ ഒരു വളരെ ലീനായിട്ടുള്ളൊരു പീരീഡിലൂടെ അമിതാഭ് ബച്ചൻ കടന്നു നോക്കുന്ന സമയമായിരുന്നു. പക്ഷേ 73 ആ സമയത്ത് സലീം ജാവേദിൻ്റെ തന്നെ സ്ക്രിപ്റ്റിൽ ജഞ്ചീർ എന്നുള്ള സിനിമ ഹിറ്റാവുകയും ഇയാളുടെ സ്റ്റാറായി വളരുകയും ചെയ്തു. 1975 ഈ ഷോലെ റിലീസ് ചെയ്യുന്ന വർഷം ജനുവരിയിൽ സലീം ജാവേദ് സ്ക്രിപ്റ്റ് എഴുതിയ അമിതാഭ് ബച്ചനെ സ്റ്റാറാക്കി മാറ്റിയ ദീവാർ എന്ന സിനിമയും കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി അമിതാഭ് ബച്ചൻ ടോപ്പ് സ്റ്റാറായി. അതുവരെയുള്ള സൂപ്പർ സ്റ്റാറായിരുന്ന രാജേഷ് ഖന്നയെ താഴെ അമിതാഭ് ബച്ചൻ കുതിച്ചുയർന്നു. അത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പം ഒരു ചെറിയ സാധാരണ റോളിൽ ഇയാൾ കൊല്ലപ്പെടുകയാണ്. അതിന് ആളുകൾ പറയുന്നത് ഇതിൻ്റെ കാരണമില്ല, ഇയാൾ ചെറിയൊരു പെറ്റി തീഫാണ്, ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനാ കൊന്നത് എന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അപ്പോൾ ആളുകൾ സിനിമ കാണുക ആയപ്പോഴും ഡയറക്ടർ രമേശ് സിപ്പി കൺഫ്യൂഷനായി, ഇതെന്ത് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി തീരുമാനിച്ചു, സിനിമ നമുക്ക് ഈ അമിതാഭ് ബച്ചൻ്റെ ആ മരണം മാറ്റിയിട്ട് അദ്ദേഹത്തെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരുന്ന മാതിരി നമുക്കത് മാറ്റി എഴുതാം, ഷൂട്ട് ചെയ്ത പ്രശ്നമില്ല, അവിടെ നിൽക്കട്ടെ. കാരണം ബോംബെയിലെ തിയേറ്ററിൽ മാത്രമേ, ബോംബെയിലെ 40 തിയേറ്ററിൽ മാത്രമേ അത് റിലീസ് ചെയ്യും, ബോംബെ ടെറിട്ടറിയിൽ മാത്രമേ ഷോല റിലീസ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിലെ ആ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അന്നുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് രാംനഗർ എന്നുള്ള ഭാഗത്തുള്ള ആളുകൾക്ക് മുഴുവനും ഷോലെ കാണാൻ വേണ്ടി പ്രത്യേകം ബസ്സുകൾ സജ്ജീകരിക്കുന്നില്ല. ഞാൻ ഈ ഗാവ്, അതായത് ഇങ്ങനെ ഈ രാംനഗറിൽ ഈ ഷോലെ നഗർ കാണാൻ ഞാൻ പോയിട്ടുണ്ട് ഘട്ടത്തിൽ. അപ്പോൾ ലിഡോ തിയേറ്റർ എന്ന് പറഞ്ഞൊരു ഏരിയനെ അവിടെ നിന്ന് കുറച്ച് ദൂരെ പോകണം. ആ ആളുകൾക്ക് ദിവസം 3 തവണ അവിടുന്ന് ആളുകളെ കൊണ്ടുവരാനും തിരിച്ച് കൊണ്ടുപോകാനുള്ള ബസ്സൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. ബാംഗ്ലൂരിൽ കുറേയും കൂടി നന്നായി. ഇപ്പോൾ ബോംബെയിൽ അതിങ്ങനെ ഡെഡായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവരിത് ക്ലൈമാക്സ് മാറ്റാൻ തീരുമാനിച്ചു. അത് അമിതാഭ് ബച്ചൻ മരിക്കരുതെന്ന് തീരുമാനിച്ചു. അപ്പോൾ ജാവേദ് അക്തർ സലീം ഖാനും പറഞ്ഞു അത് ഒരിക്കലും നടക്കില്ല, അതിൻ്റെ ആവശ്യമില്ല, അത് പിക്ക് ചെയ്യും, ഉറപ്പാണ്, ഞാൻ വാക്ക് തരാമെന്ന്. അത് നിങ്ങൾ വാക്കൊന്നുകൊണ്ട് കാര്യമില്ല, ഈ ഫൈനാൻഷ്യസ് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ട്, ആൾ കളക്ട് സിനിമ ആളുകൾ കാണുന്നുണ്ട്, മുണ്ടാട്ടല്ല, അത് ചെയ്യരുത്. അപ്പം സലീം ജാവേദ് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ആഴ്ച തരും, ഞങ്ങളൊന്ന് ആഡ് ചെയ്യാം. അവരൊരു ആഡ് കൊടുത്തു. സലീം ജാവേദ് പ്രെഡിക്റ്റ് ഷോലെ വിൽ കളക്ട് 1 crore ഫ്രം ഈച്ച് ടെറിറ്ററി. എൻ്റെ വാക്കാണ്, ഞങ്ങളുടെ വാക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആഡ് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു തിയേറ്റർ ഓണർ നമ്മുടെ ഡയറക്ടർ രമേശ് സിപ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സിനിമ ഹിറ്റാവും കേട്ടോ. അതെന്താണ്, ഒരാളൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ തിയേറ്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, കാപ്പിയുണ്ട്. ഇൻ്റർവ്യൂവിൽ ആളുകളൊക്കെ ഇറങ്ങി വരും, വന്നിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കഴിക്കും, അതിൻ്റെ മറ്റേ സ്വഭാവമാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങിയതായിട്ട് ഒരാൾ ഇൻ്റർവ്യൂവിന് പുറത്തിറങ്ങുകയും ഒരു ചായ കുടിക്കാനേ വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. പക്ഷേ അത് കാണിക്കുന്നത് അവരാകെ അമ്പരന്ന് നിൽക്കുകയാണ്. അവർ ഈ സിനിമയിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് പുറത്ത് വരാത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നു ഹിറ്റാവും. അങ്ങനെ പതുക്കെ വന്നു. കണ്ട ആളുകൾ പറഞ്ഞ് അങ്ങനെ സിനിമ വലിയ ഹിറ്റാവുകയും പിന്നെ അപ്പോഴേക്കും ഡൽഹിയിലെയും ഉത്തരേന്ത്യയിൽ, അതായത് UP, ഡൽഹി, ബിഹാർ, മധ്യപ്രദേശിലെ ഭാഗങ്ങൾ, പഞ്ചാബ്, ഈ ഭാഗങ്ങളിലൊക്കെ സിനിമ അത് ഭയങ്കര കൾട്ടായിട്ട് മാറുകയും ചെയ്തു. ഈ കൾട്ട് അല്ലെങ്കിൽ ഈ ഷോലയുടെ വേവിൽ ആകാതെ പോയത് 2 ഇന്ത്യൻ സ്റ്റേറ്റുകൾ മാത്രമാണ്. ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാട്.
കർണാടക മുതൽ ആന്ധ്ര മുതൽ മേലോട്ടുള്ള എൻ്റെ ഇന്ത്യയിൽ ഇതൊരു ഭയങ്കര വേവായി നിൽക്കുക. പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം ഭയങ്കര സൂപ്പർ സ്റ്റാറുകൾ, അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, ഹേമമാലിനി, പിന്നെ ജയഭാരതി, അംജദ് ഖാൻ ആണെങ്കിൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. ഈ റോളിന് തിരഞ്ഞെടുത്തിരുന്നത് ഡാനി ഡെൻസോപ്പ എന്ന് പറഞ്ഞ നടനാണ്. ഒരുപാട് സിനിമയിൽ ഭയങ്കര വില്ലനായിട്ട് വന്ന് പല ക്യാരക്ടറുകളൊന്നും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഒരു ഇത് എവിടെ എത്തുന്ന ആർക്കും സിനിമയല്ലേ ഇത് അത് വിജയിക്കാം. 50% എല്ലാത്തിനുള്ളൂ, വിജയിക്കാം, പരാജയപ്പെടാം. പല ഘടകങ്ങൾ അതിനുണ്ട്. മഴ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി, ഇങ്ങനെ പല കാര്യങ്ങളും സിനിമ ഫ്ലോപ്പാവാം. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയ്ക്കൊരു അമിതമായൊരു പ്രതീക്ഷ ആരും ഇല്ല. അപ്പോൾ ഇയാൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബാംഗ്ലൂരിനടുത്തുള്ള പിന്നെ രാം നഗറിൽ പോയിട്ട് ചെയ്യണം, അതിന് ഒരുപാട് പ്രയാസമാണ്. അതുകൊണ്ട് അയാൾ ഒഴിവാക്കിയതാണ്. അങ്ങനെയാണ് അംജദ് ഖാൻ ഇതിലേക്ക് വരുന്നത്. അംജദ് ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു വളരെ പ്രശസ്തനായൊരു നടനായിരുന്നു ജയന്ത് സക്കറിയ ഖാൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ജയന്തും പിന്നെ അതായത് സക്കറിയ ഖാനും പൃഥ്വിരാജ് കപൂറും അടുത്ത വീട്ടുകാർ, പെഷാവറിലെ അടുത്ത വീട്ടുകാരാണ്. അങ്ങനെ ആ കാലത്ത് നാടകത്തിൽ വന്ന് ഇതിൽ വന്ന് പിന്നെ ബോംബെയിൽ വലിയൊരു പേരുണ്ടാക്കിയ വലിയൊരു നടനായിരുന്നു ജയന്ത്. അപ്പോൾ അയാളുടെ മകൻ ആണ് അംജദ് ഖാൻ അവിടെ സെൻറ്റ് സേവിയർസ് കോളേജിലൊക്കെ പഠിച്ച് നാടകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുന്നു. അപ്പം വില്ലനായിട്ട് കരുതിയിരുന്ന ഡാനി ഡെൻസോപ്പ പിന്നോട്ടെടുത്ത് പിന്നെ ആര് പറ്റും ഇങ്ങനെ അങ്ങനെയാണ് പിന്നെ അംജദ് ഖാൻ്റെ ഈ ചെറിയ നാടകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അംജദ് ഖാൻ ഇതിലേക്ക് വരുന്നു, ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. പക്ഷേ ആ സിനിമയിൽ ഏറ്റവും അധികം ആളുകൾ സ്നേഹിക്കുകയും കൊണ്ടാടുകയും ചെയ്തത് ഗബ്ബറാണ്. അതായത് ഈ പറയുന്ന പോലെ ഗബ്ബർ സിംഗിൻ്റെ പേരിലാണ് പിന്നെ ഒരുപാട് ആടുകൾ വരുന്നത്. ഗബ്ബർക്ക് അസലി പസന്ത് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വരുന്നു, ചോക്ലേറ്റ് വരുന്നു. അങ്ങനത് ഏറ്റവും കൂടുതൽ വന്നത് ധർമ്മപുര അംജദ് ഖാനായിരുന്നു. അംജദ് ഖാൻ ഒരു പ്രത്യേക ശൈലിയിൽ ആ ഡയലോഗ്, പ്രത്യേകിച്ച് ഭോജ്പുരി ഡയലോഗിൽ ഞാൻ ഡയലോഗിനെ ഞാൻ ആവർത്തിക്കുന്നില്ല, ആ തെളിവ് വല്ലാതൊരു ലെവലിലേക്ക് കൊണ്ടുപോയി. മറ്റവരൊക്കെ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ ഈ നിലയിലേക്ക് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് വളർത്തിയതിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. നടന്മാരുടെയും സംവിധായകനായ പിന്നെ രമേശ് സിപ്പിയുടെയും കാര്യങ്ങളൊക്കെ ഒത്തിക്കൊണ്ട് തന്നെ പറയുന്നത് ഇതിൻ്റെ വേറൊരു തരത്തിലേക്ക്, ഈ ഔന്നത്യത്തിലേക്ക് ഈ സിനിമയെ കൊണ്ടുപോയത് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ 3 ആണ്. അത് 1 സലീം ജാവേദിൻ്റെ സ്ക്രിപ്റ്റാണ്, 2 ആർ.ഡി. ബർമൻ്റെ മ്യൂസിക്കാണ്, 3 ദ്വാരക ദിവേച്ചയുടെ സിനിമറ്റോഗ്രഫിയാണ്. ആദ്യമായിട്ട് 70mm ഈ സിനിമ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ തുടക്കം മുതൽ അതിൻ്റെ ഫസ്റ്റ് ഷോട്ട് മുതൽ അതിൻ്റെ ഒരു പിന്നെ ആ ഒരു വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹരമായ വിഷ്വലാണ്. ഒരു ആളൊടിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പം ഒരു കുതിരവണ്ടിയിൽ ഒരാൾ കാത്തു വെക്കുന്നു. ഈ വീരു ജയ് ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും കൂടി പുറത്തിറങ്ങുന്നു. അങ്ങനെ വണ്ടിയിൽ കയറിപ്പോകുന്നു. അപ്പോൾ ആ ഒരു ഷോട്ടുകളൊക്കെ ഞാൻ ഇവിടെ പറയേണ്ടതില്ല. അങ്ങനെ അതിമനോഹരമായ ഷോട്ടുകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. ഞാൻ ത്രൂ ഔട്ട് സിനിമയിൽ അതിൻ്റെ സിനിമറ്റോഗ്രാഫി ഭയങ്കരമാണ്. ആർ.ഡി. ബർമൻ്റെ കാര്യത്തിലാണെങ്കിൽ ആർ.ഡി. ബർമൻ അന്ന് വളരെ കത്തി നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് സിനിമകൾ എല്ലാം തന്നെ ഒന്നിനും അമർ പ്രേം അങ്ങനെയുള്ള ഒട്ടേറെ സിനിമകളെ കത്തി നിൽക്കണം. ആ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ദിവാറിൽ ആർ.ഡി. ബർമനാണ് മ്യൂസിക്. ആ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ആന്തി ഇഷ്ടം തേരവിൻ്റെ സിന്ദഗീസിനുള്ള പാട്ടുകളൊക്കെ അതിമനോഹരമായ ഗാനങ്ങളുടെ ആന്തി ആർ.ഡി. ബർമൻ്റെയാണ്. അപ്പോൾ അന്ന് കൾട്ട് ഇതേമാതിരി വലിയൊരു കൾട്ട് ഫിഗറാണ് ഇദ്ദേഹം. ആ വർഷം എസ്.ടി. ബർമൻ മരിക്കുന്നു. വർഷം കൂടിയാണ് അയാളെ പിതാവ്. ഇന്ത്യ സിനിമ കണ്ട ഏറ്റവും വലിയ കമ്പോസറായ എസ്.ടി. ബർമൻ മരിച്ച ഒരു വർഷം കൂടിയാണത്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നു. ഇത് പറഞ്ഞ പോലെ പക്ഷേ ഇതിൽ ഈ സിനിമയിലെ ഗാനങ്ങൾ ആർ.ഡി. ബർമൻ്റെ ബ്രാൻഡുള്ള കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതിൽ ആ ഒരു പിന്നെ മെഹബൂബുള്ള ഗാനം പാടുന്നതിന് ആർ.ഡി. ബർമനാണ്. അതിന് അറേബ്യൻ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര എല്ലാ സിറ്റുവേഷനെ പറ്റിയ ഗാനങ്ങൾ തന്നെയാണ്, ഗാനമാണ് അത്. അതും പിന്നെ അത് മറ്റേ ദോസ്തി വളരെയധികം പോപ്പുലറായ പാട്ടാണ്. സൗഹൃദത്തെക്കുറിച്ചുള്ള വീരു ജയ് തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. മറ്റേത് ബന്ധത്തെക്കാളും എല്ലാ കാലവും നിലനിൽക്കുക സൗഹൃദമാണ്, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യയുമായിട്ടോ കാമുകമായിട്ടോ അച്ഛനമ്മമായിട്ടോ ആരുമായിട്ടുള്ള ബന്ധം ഇത്രത്തോളം ഓപ്പൺ അല്ല. നിങ്ങൾക്കത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സുഹൃത്തിനോട് എന്തും പറയാം. ആ ഒരു ലെവലിലുള്ള ഒരു സൗഹൃദമാണ് തമ്മിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ പോപ്പുലറായി. പഴയ കാലത്തിൻ്റെ സിനിമ ഗാനങ്ങൾ 10-12 ഗാനങ്ങളുണ്ട്.
അത് നിങ്ങളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന പാട്ട് ഓർഡറിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമയുടെ കഥ കൃത്യമായിട്ട് പ്രശ്നം കിട്ടും. ഇതാണ് ഇത് സിനിമയുടെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഈ ദോസ്തി എന്നുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ദോസ്തി ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത് ആ പാട്ട് തീരുന്നതോടുകൂടി നമുക്ക് വി ആർ കൺവിൻസ്ഡ് അതങ്ങനെയാണ്. പിന്നെ കാണുന്നതിലൊക്കെ ഇവർ പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, തമാശാക്കുന്നുണ്ട്, നല്ല ലോകിയാണ്. അപ്പോൾ ആ ഒരു ബോണ്ടിങ് വളരെ കൃത്യമായിട്ട് പാട്ടിൽ വരുന്നുണ്ട്. ദോസ്തി ഹം നഹീ ചോടെങ്കി തോടെങ്കെ ദം മഗർ തെര സാത്തിനെ തോടെങ്കി എന്ന് വെച്ചാൽ ദോസ്തി ഹം നഹീ ചോടെങ്കി, ഈ സൗഹൃദം നമ്മൾ ഒരിക്കലും കൈവടിയില്ല, മരിക്കും പക്ഷെ നിൻ്റെ കൂട്ട് ഞാൻ ഒരിക്കലും കൈവടിയില്ല. തെരകം മെരകം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അവസാനം ഇത് പാടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയ് അങ്ങനെ അമിതാഭ് ബച്ചൻ വെടി കൊണ്ടിട്ട് അവർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. തകർത്ത് പിന്നെ കുറേ വെടി കൊണ്ടിട്ട് ആ പാലം തകർക്കാനാണ് പോകുന്നത്. ആ പാലം തകർത്തിട്ട് പുറത്ത് 2 വെടി കൊണ്ടിട്ടും പിന്നെയും അവിടെ പോയി ആ പാലം തകർത്തിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ വില്ലേജിലേക്ക് വരും, അത് തകർക്കാനാണ് വരുന്നത്. അങ്ങനെ അത് തകർന്ന് ധർമ്മേന്ദ്രൻ വരുമ്പോഴേ ആണ് കാണുന്നത് ഇങ്ങനെ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കാൻ വെടി കൊണ്ട് പാലം ഞാൻ തകർത്തിട്ടോ ജയ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റിയടാ എന്ന് എടുക്കുമ്പോഴാണ് നോക്കുന്നത് അത് മരിക്കുകയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ധർമ്മേന്ദ്രന് ഭയങ്കര ഒരു ഇമോഷനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു സാഡ് വേർഷൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അത് മോശം പാട്ടുകൾ ഞാൻ പറയാം. ഈ സിറ്റുവേഷൻ വളരെ മനോഹരമായിട്ട് അതിനോട് ഇഴുകിച്ചേർന്ന് പോകുന്ന അതിൻ്റെ ആ സിനിമയെ വളരെയധികം ആ സീൻ വളരെ എൻറിച്ച് ആക്കുന്ന ഒരു പാട്ടാണത്. പക്ഷെ നമ്മൾ ആദ്യവർമ്മൻ്റെ മികച്ച സിനിമകളുടെ അല്ലെങ്കിൽ സിനിമ ഗാനങ്ങൾ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ ഗാനങ്ങളിൽ പെടുന്നില്ല. അത് മോശമായിട്ടല്ല, അങ്ങനത്തെ വലിയൊരു ആർട്ടിസ്റ്റും പിന്നെ ഒരു കമ്പോസറായിരുന്നു ആര്യവർമ്മൻ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ ആര്യവർമ്മൻ ഈ സിനിമയെക്കുറിച്ച് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. ആ തീം മ്യൂസിക് സിനിമ തുടങ്ങുമ്പോഴേയുള്ള ഈ സിനിമയുടെ ഒരു തീം മ്യൂസിക് ഉണ്ട്. വെസ്റ്റേൺ, അതായത് സാധാരണ ഈ വെസ്റ്റേൺ മൂവിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മ്യൂസിക്കലായിരിക്കും. എന്നിയ മോറിക്കോണി ആണ് പിന്നെ ഈ മുപ്പത് ഇതിൻ്റെ ഇപ്പം പിന്നെ വളരെ പ്രസിദ്ധമായ പിന്നെ സെർജി ലിയോണിയുടെ പിന്നെ ഫോർ എ ഫിസ്റ്റ് ഫ്ലോ ഡോളേഴ്സ്, ദ ഗുഡ് ദ ബാഡ് ആൻഡ് ദി അഗ്ലി, പിന്നെ അങ്ങനത്തെ സിനിമകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ 2 Mules for സാറ എന്നാണ് ക്ലിന്റ് ഈസ്റ്റ്വുഡിൻ്റെ അതൊരു സിനിമ വെസ്റ്റേൺ മൂവി, ഐ മീൻ സ്പാഗറ്റി വെസ്റ്റേൺ ആണ്. അതിൻ്റെ മ്യൂസിക്കൊക്കെ എന്നിയ മോറിക്കോണിയുടെ മ്യൂസിക്കാണ്. അപ്പോൾ മ്യൂസിക് ഈ വെസ്റ്റേൺ സിനിമകളിൽ പിന്നെ വെസ്റ്റേൺ ജോണറിൽ പെടുന്ന സ്പഗറ്റി വെസ്റ്റേൺ എന്ന് പറഞ്ഞ ഈ പറയുന്ന ജോണറിൽ പെടുന്ന സിനിമകളിൽ മ്യൂസിക് വളരെ പ്രധാനമാണ്. അതിനോട് വെല്ലുന്ന അതിനോട് കിടപിടിക്കുന്ന മ്യൂസിക്കാണ് തീം മ്യൂസിക് മുതൽക്ക് എൻ്റെ സിനിമയിൽ ആര്യവർമ്മൻ കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ നായിക ഹേമമാലിനി, ബസന്തി എന്ന ക്യാരക്ടറിൻ്റെ പേര്, അവർ ടാങ്കെ അതായത് കുതിരവണ്ടിക്കാരിയാണ്. അപ്പോൾ അവരുടെ ഒരു കുതിരയുടെ പേര് ധന്നോ എന്നാണ്. ഈ ധന്നോ എന്നുള്ള പേര് പോലും ഈ ജയ്, വീരു, ഗബ്ബർ സിംഗ് എന്നുള്ള പോലെയുള്ള അതിന് വളരെയധികം ആളുകൾ ഇങ്ങനെ കൊണ്ടാടുന്ന അങ്ങനത്തെ ഒരു കൾട്ട് പേരെ മാറി ധന്നോ എന്നുള്ള പേരും. അപ്പോൾ ഈ ഹേമമാലിനി കുതിരപ്പുറത്ത് കുതിരവണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഗബ്ബർ സിംഗിൻ്റെ ഈ ആളുകൾ പിന്നെ സോൾജേഴ്സ് വന്നിട്ട് ഇവരെ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ഹേമമാലിനിക്ക് അത് മനസ്സിലാവുകയാണ്. പെട്ടെന്ന് അവളിങ്ങനെ ഹേമമാലിനി ആ കുതിരയെ അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഭാഗോ ധന്നു ബസന്തി ക ഇസത്ത് ക സവാരി എന്ന് പറഞ്ഞിട്ട് അങ്ങ്. അപ്പം പിന്നെ ആ കുതിര അങ്ങ് ഓടുകയാണ്. പിന്നെ അപ്പോൾ ആ ഒരു ചേസ് ഉണ്ട് വളരെ ദൂരങ്ങളോളം. കുതിരപ്പുറത്ത് ഡക്കൈറ്റ്സുകളും കുതിരവണ്ടിയായിട്ട് പിന്നെ താഴെ കൂടെ പിന്നെ ഹേമമാലിനിയുടെ കുതിര ഓടും ചെയ്യും. കുറേ കഴിയുമ്പോൾ കല്ല് തട്ടിയിട്ട് ആ കുതിരവണ്ടിയുടെ ആ വീട് തിരിച്ചു പോകും. പിന്നെ ഇങ്ങനെ ഒരു സൈഡിലൂടെ ചെരിഞ്ഞിട്ട് പോയി. അതൊരു വല്ലാത്തൊരു ത്രില്ലിങ് സീനാണ്. ത്രില്ലിങ് സീന് മാത്രം ആ ത്രില്ലിന് ആ ഒരു സീനിന് ആര്യവർമ്മൻ കൊടുത്തൊരു മ്യൂസിക് ഉണ്ട്. അത് വല്ലാത്തൊരു മാസ്റ്റർ പീസാണ്. അതാണ് ഞാനതിൽ കാണുന്ന ഏറ്റവും ആര്യവർമ്മൻ്റെ മറ്റ് കാര്യങ്ങളും മോശമായിട്ടല്ല, മറ്റ് സീനുകളിലൊക്കെ വരുന്ന പിന്നെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോശമായിട്ടല്ല. ഈ 2 സീനിൽ അദ്ദേഹം ചെയ്തൊരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും ഇതേമാതിരി വെന്നിയ മോറിക്കണിയുടെ ആ ഒരു മ്യൂസിക്കുമായിട്ട് നമുക്ക് വളരെയധികം എനിക്കിങ്ങനെ തോന്നുന്നു. ഈ സിനിമ ഈ നിലയിലേക്ക് വളർന്ന് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും ഇവരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് സലീം ജാവേദിൻ്റെ സ്ക്രിപ്റ്റാണ്. വിശേഷിച്ചും ജാവേദ് അക്തറിൻ്റെ ഡയലോഗാണ്. സലീം ഖാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ദൂറിലെ SP-യുടെ മകനായിരുന്നു. അപ്പോൾ അവിടെ ഒരു കല്യാണത്തിൽ ഹിന്ദി സിനിമയിൽ വലിയൊരു
ഡയറക്ടർ പ്രൊഡ്യൂസർ രാം പിന്നെ അമർനാഥ് എന്ന് പറഞ്ഞ ആൾ ഈ കല്യാണത്തിന് വരുന്നുണ്ട്. കല്യാണത്തിന് വന്നപ്പോൾ സലീം ഖാനെ കണ്ടിട്ട് ഭയങ്കര ഹാൻസമാണ്, നല്ല ഹൈറ്റുണ്ട്, ഭയങ്കര ഹാൻസമാണ്. അപ്പം നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചൂടെ വന്ന് പറഞ്ഞു. ആ ഒരു സിനിമ എല്ലാവരും കാണുന്നതാണ്. ഒരു ചാൻസ് ഒന്ന് കിട്ടിയപ്പം പിന്നെ സലീം ഖാൻ ഇയാളുടെ കൂടെ ബോംബെയിലേക്ക് പോയി ചെറിയ ചെറിയ റോളുകളിലൊക്കെ ഇങ്ങനെ അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ SM സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഇയാളെ വിളിച്ചിട്ട് ഇയാളെ നായകനൊക്കെ ഒരു സിനിമ ചെയ്തു, സർഹദിയിൽ ഇട്ടേര, അതായത് ഫ്രോണ്ടിയർ ഡെക്കൈറ്റ് നടത്തത്തിൽ, അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ഹൈവേമേൻ നടത്തത്തിൽ, സർഹദ് എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടിയർ അതിർത്തി നടത്തത്തിൽ ആ സിനിമ ചെയ്തു. സിനിമ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി സിനിമയിൽ ഞാൻ ഇന്ന പ്രൊജക്റ്റ് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ സംഗതി അയാൾക്ക് ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെ നിരാശനായിട്ടിരിക്കുമ്പോൾ എഴുത്തിലേക്ക് തിരിയാന്നുള്ള ചെറിയൊരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ജാവേദ് അക്തർ 1964 ബോംബെയിലെത്തുന്നത്. അപ്പോൾ ജാവേദ് അക്തറിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 1857 സ്വാതന്ത്ര്യ സമര കാലത്ത് അല്ലെങ്കിൽ ആദ്യത്തെ കാലത്ത് ബഹദൂർ ഷാ സഫറിൻ്റെ കോർട്ടിലെ പ്രധാനിയായിരുന്ന ആ ഒരു ഇൻ്ററിം ഭരണഘടന എഴുതിണ്ടാക്കിയ ആളിലൊരായിരുന്നു ഫസലെ ഹൈദരാബാദി. അദ്ദേഹം ആണ് മിർസ ഗാലിബ് കോർട്ടിലെ ഒരു പവിയാണ്. മിർസ ഗാലിബിൻ്റെ ഗസലുകൾ എഡിറ്റ് ചെയ്യാൻ മിർസ ഗാലിബ് ഏൽപ്പിക്കുന്ന ഫസലെ ഹൈദരാബാദിയാണ്. ഹൈദരാബാദിയെ പിന്നെ അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ജയിലിലേക്ക് അയക്കുകയും അവിടെ കിടന്നിട്ടാണ് ഫസലെ ഹൈദരാബാദി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ മുസ്തർ ഹൈദരാബാദി, മുസ്തറല്ല, അതായത് ഫസലാക്കിൻ്റെ മകളുടെ മകനാണ് മുസ്തർ ഹൈദരാബാദി. അദ്ദേഹം പിന്നെ പല സ്ഥലങ്ങളിലും ജഡ്ജായിരുന്നു. വളരെ എലീറ്റായിട്ടൊരു കുടുംബത്തിൽ വന്ന ആളാണ്, ജഡ്ജായിരുന്നു. അദ്ദേഹം വലിയ കവിയായിരുന്നു. ഞാൻ ആ കവിതയിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ജാനിസർ അഖ്തർ. ഈ കാലത്ത് അദ്ദേഹം പിന്നെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു. സാഹിറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൺഫേംഡ് മാർക്സിസ്റ്റ് ആയിരുന്നു. കാർഡ് ഹോൾഡർ ആയിരുന്നു. അദ്ദേഹം കോളേജ് പ്രൊഫസറായിരുന്നു ഗോളിയോറിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അപ്പം ഇത് ഒരു സൈഡിലെ കാര്യമാണ് പറയുന്നത്. അമ്മയുടെ സൈഡ് എന്നുണ്ടെങ്കിൽ അവരമ്മ സഫിയ എന്നുള്ള ഒരു കോളേജിൽ അധ്യാപികയായിരുന്നു. അവർ സഹോദരൻ മുജാസ് ലക്നവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുദുയിലെ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷനിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കവിയായിരുന്നു. അലിഗഡിലെ വളരെ അവിടുത്തെ അവരുടെ ഒരു ദേശീയ ഗാനമുണ്ട്, പിന്നെ യേ മേരെ ചമൻ അഹം ഈ ചമൻ കാ ബുൽബുൽ എന്ന് പറഞ്ഞുള്ള ഒരു ഗാനുണ്ട്. അത് എഴുതിയത് മജാസ് ലഖ്നവിയാണ്. മജാസും സാഹിറുമാണ് ആദ്യകാലത്ത് വന്നൊരു സിനിമയിലൊക്കെ പാട്ട് എഴുതാൻ വേണ്ടി വരികയും അതിൽ മനസ്സും അടുത്ത് മജാസ് പോവുകയും സാഹിർ നിലനിന്ന് വേറെ വഴിയേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചില ഗാനങ്ങളൊക്കെ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹമേദിൽ ക്യാക്കരും ബഹഷത്തേദിൽ ക്യാക്കരും എന്നുള്ള പാട്ടുകളൊക്കെ മജാസിൻ്റെയാണ്. മജാസ് അങ്ങനത്തെ ഭയങ്കര കൾട്ട് ഫിഗറായിരുന്നു. എന്നാലും അങ്ങനെ ഈ മാതാവിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, പിതാവിൻ്റെ സൈഡിൽ ഇങ്ങനെയുള്ള വളരെ ലിറ്ററേച്ചറുമായിട്ടും ഭാഷയുമായിട്ടും വാക്കുകളുമായിട്ടും പദങ്ങളുമായിട്ടും ഇത്രയേറെ ഉള്ളൊരു ആ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് ജാവേദ് അക്തർ. അദ്ദേഹം 64 ബോംബെയിൽ വരുമ്പോൾ കോളേജിൽ വിട്ടിട്ട് അലിഗഡ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് വന്നിട്ട് നേരെ ബോംബെയിലേക്ക് വരികയാണ്. വീട്ടിലായിട്ടൊക്കെ അമ്മ മരിച്ചതിൻ്റെ ഇടയിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് ബോംബെയിലുണ്ട്. എന്നാലും അച്ഛനെ നോക്കിയിട്ട് അങ്ങോട്ട് വരികയാണ് ബോംബെയിലേക്ക് സിനിമ ചെയ്യാമെന്ന് വെച്ചിട്ട്. സിനിമയിൽ ഡയറക്ടർ ആവേണ്ടി വരികയാണ്. 64 പ്രധാന ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുദത്തിനെ കാണണം, ഗുരുദത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒക്ടോബർ 4-നാണ് ജാവേദ് അക്തർ ബോംബെയിലെത്തുന്നത്. ഒക്ടോബർ 12-13 ഗുരുദത്ത് ഉറക്കക്കുളി കഴിച്ച് മരിച്ചു. ആൾ ആത്മഹത്യ ചെയ്തതാണോ അറിയാതെ പറ്റിയതാണോ ഒന്നും അറിയില്ല. അദ്ദേഹം മരണപ്പെടുകയാണ്. അതുകൂടി തകർന്നു. പിന്നെ പിതാവിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ രണ്ടാനമ്മയുടെ ചില കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ പട്ടിണി കിടന്ന് ഇങ്ങനെ നടന്ന് അദ്ദേഹത്തെ ഒരു വഴിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് പിതാവിൻ്റെ സുഹൃത്തായിരുന്നു പിന്നെ സാഹിർ ലുധിയാൻവിയാണ്. അത് നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ വിവിധ റെക്കമെൻഡേഷൻ വഴിയായിട്ട് കമാൽ അമ്രോഹി, അദ്ദേഹം മെഹൽ, പാക്കീസ, അങ്ങനെ ഭയങ്കര ജീനിയസായൊരു മനുഷ്യനാണ്. അദ്ദേഹം കവിയായിരുന്നു. അയാളുടെ സിനിമയിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. മാസം 100 രൂപ കിട്ടും. അവിടെ തന്നെ കിടന്നുറങ്ങും. ആ അടുത്ത് തന്നെയുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് നടന്നു വന്നതാണ് സലീം ഖാൻ.
അവർ തമ്മിൽ സൗഹൃദമായി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയും, അവരുടെ സ്ട്രഗിളിനെ കുറിച്ച് സംസാരിക്കും, അയാളുടെ കാര്യങ്ങൾ പറയും. പിന്നെ സലീം ഖാൻ്റെ കാര്യം പിന്നെയും കാശുണ്ട്, പക്ഷേ ആൾക്കൊരു കുടുംബം നോക്കണം, ഭാര്യയും കുട്ടികളും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്, കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ രണ്ടാമത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ SM സാഗർ സർഹദി ലുട്ടേര എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ആകെ പൊളിഞ്ഞു കിടക്കുന്ന അദ്ദേഹം വന്നു. അദ്ദേഹം അന്നത്തെ ഒരു പഴയ ഇൻഡസ്ട്രിയൽ വീക്കിലി അവരുടെ ബെഞ്ചിറ്റ് കോൺവെൻറ്റിൻ്റെ ഇതിൻ്റെ പിന്നെ മാധുരി എന്ന് പറഞ്ഞൊരു ഹിന്ദി മാഗസിൻ ഉണ്ടായിരുന്നു. അതിൽ ഒരു കഥ വായിച്ചു, അത് നല്ല കഥയാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് എഴുതിക്കാൻ ആളിൽ കാശ്, സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുടെ ആൾ കാശില്ല കൊടുക്കാൻ. ആൾക്കാണെങ്കിൽ ഇയാൾ പൊളിഞ്ഞ സിനിമക്കാരനാണ്, ഇയാൾക്ക് എഴുതാനും താല്പര്യമില്ല, ആൾ വലിയ കാശ് ചോദിക്കുന്നു, പറഞ്ഞ സമയത്ത് വരില്ല. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് താല്പര്യം, എനിക്ക് നിങ്ങളെ ടാലൻ്റ് അറിയാം, നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, നിങ്ങൾക്ക് രണ്ടാം കൂടി ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എഴുതാം, നമുക്ക് എഴുതാമല്ലോ, ഒന്നും പറ്റുമോ, നിങ്ങൾ എന്ത് വരും എന്ന് ചോദിച്ചു. 100 റുപ്യയിലാണ് ജാവേദ് അക്തർ ജീവിക്കുന്നത്. 5000 റുപ്യ, 2500 നിനക്കും 2500 വരും. അപ്പം ആ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കാണിച്ചില്ല, നമ്മൾ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, അധികാരം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമയിൽ പ്രധാനപ്പെട്ട റോളുണ്ട്, അതിന് മനോഹരമായ പാട്ട്, ആദ്യവർമ്മേൻ്റെ പാട്ടുകൾ തന്നെയാണ്. അങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് രണ്ടാം കൂടി വരുന്നത്. അങ്ങനെ ഒരു എഴുതുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ഇയാളിങ്ങനെ സീനുകൾ അടൗണ്ട് ഇരുന്നിട്ടിങ്ങനെ സീനുകൾ ഇങ്ങനെ സലീം ഖാൻ ഇങ്ങനെ പറയും, അതിങ്ങനെ രൂപീകരിച്ച് പിന്നെ സ്ക്രിപ്റ്റ് എഴുതൽ ജാവേദ് അക്തറാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ ഡയലോഗുകളാണ്. പാട്ടുകളെക്കാൾ കൂടുതലായിട്ട് വിറ്റ് പോയത് ഇത് പോളിഡോറാണ്. ഈ മൂവി പിന്നെ അല്ലെങ്കിൽ ഈ സിനിമയുടെ പാട്ടുകൾ പിന്നെ അതിൻ്റെ ഡിസ്ക് ഇറക്കിയത് പോളിഡോറാണ്. HMV ഉണ്ട്, പക്ഷേ പോളിഡോർ ഒരു പുതിയ കമ്പനി വന്നതായിരുന്നു, പിന്നെ ജർമ്മൻ കമ്പനിയായിരുന്നു അവർ. അങ്ങനെ അവരായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പാട്ടുകളൊക്കെ ഇങ്ങനെ വല്ലാതൊന്നും പോകുന്നില്ല, ആകെ നിൽക്കുകയാണ്. പക്ഷേ ഈ സംഗതി വന്നപ്പോൾ സിനിമയിൽ ഇങ്ങനെ സംഗതികളപ്പോൾ ഇവരിതിൻ്റെ ഡയലോഗുകൾ മുഴുവൻ ഇങ്ങനെ ആദ്യം ഒരു 56 മിനിറ്റുള്ള ഒരു വലിയൊരു എക്സ്റ്റൻഡഡ് പ്ലേ ഇറക്കി, പിന്നെ ഓരോ ടൈറ്റിൽ വെച്ചിട്ട് വീഡിയോ കി സഗായി, പിന്നെ കിത്ന ആദ്മി ഥേ, അങ്ങനെ അംഗ്രേസ് കെ ജമാനയ്ക്ക് ജയിലർ എന്നുള്ള അങ്ങനത്തെ ഓരോ പേരും വെച്ചിട്ട് ഈ സിനിമ ഡയലോഗ് പല ഇതിലായിട്ട് അങ്ങനെ ഇത് ആളുകൾ ഇങ്ങനെ കൊണ്ടാടുകയും, അതായത് സിനിമ കാണാൻ പറ്റാത്ത ആളുകൾ UP-യിലെയും ബീഹാറിലെയും ഇൻറ്റീരിയറിലെ അതീവ പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ ആളുകൾ വന്ന് നിൽക്കും. അപ്പോൾ അവിടെയെങ്കിലൊക്കെ ഈ പിന്നെ ചായപ്പീടിയിലൊക്കെ ഈ റെക്കോർഡ് പ്ലെയർ എവരെയും സംഘടിപ്പിച്ച് വെച്ചിട്ട് ഈ റെക്കോർഡ് ഇങ്ങനെ പ്ലേ ചെയ്യും. അപ്പോൾ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ കേൾക്കും, ചായ കുടിക്കും. അത് ഈ റെക്കോർഡ് കഴിയുമ്പോൾ ഒന്നിട്ടുണ്ടാവില്ല, എല്ലാം ഉണ്ടാവില്ല, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോവും ആളുകൾ. ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് ഈ നിലയിൽ ഇതിൽ ഡയലോഗുകൾ വന്ന് ഈ അവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ആളുകൾ സിനിമ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന ഘടകം ജാവേദിൻ്റെ ഡയലോഗ് എന്ന് പറയാൻ കാരണം അങ്ങനത്തെ ഡയലോഗാണ്. അപ്പം എല്ലാവരും അത് കൂട്ടിയാൻ തുടങ്ങും. ഉദാഹരണത്തിന് ഇതിൽ പറയുന്നുണ്ട്, അംജദ് ഖാൻ, ഗബ്ബർ സിംഗ് പിന്നെ ഹേമാലിയോട് പറയുന്നുണ്ട്, ഹേമാലിനെ പിടിച്ചുകൊണ്ടിരുമ്പോൾ ഇവിടെ പിടിച്ചുകൊണ്ടാൻ കാരണം കാമുകൻ വീരുവിനെ കൊണ്ടുവരാൻ, ധർമ്മേന്ദ്ര കൊണ്ടുവരാനാണ്. അപ്പോൾ ധർമ്മേന്ദ്ര ഇങ്ങനെ കൈകാലം പിടിച്ച് കെട്ടിടുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ധർമ്മേന്ദ്ര അധികം ചാടുമ്പോൾ അയാൾ ബഹോത് യാരാന ചോദിക്കുന്നുണ്ട്. യാരാനെന്ന് പറഞ്ഞാൽ ലവ് ഉണ്ടെന്ന്. ഇത് പിന്നെ വെച്ചാൽ കോളേജിലൊക്കെ ഇതിൻ്റെ 2 പെൺകുട്ടികൾ ആണും പെണ്ണും സംസാരിച്ചിരിക്കും, ആളുകൾ ചോദിക്കാൻ തുടങ്ങി ബഹോത് യാരാന ഇങ്ങനെ ഓരോ ഡയലോഗും കിത്തന ഇങ്ങനെ ഓരോ സിറ്റുവേഷനിൽ ഡയലോഗുകൾ ഇങ്ങനെ ആളുകളുണ്ട് കൊണ്ടാടിയിരുന്നു. അത് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ സിനിമയുടെ വിജയത്തിന് ഇതെല്ലാ ഘടകങ്ങളിരിക്കെ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആരുടെ ജാവേദ് അക്തറുടെ കോൺട്രിബ്യൂഷനാണ് ഈ സിനിമ ഈ ഒരു കൾട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു മിത്തിലേക്ക് ഇതിനെ വളർത്തിയത്. അപ്പോൾ വേറെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് റൊമാൻസിൻ്റെ കാര്യമുണ്ട്, ഇതിൽ കോമഡി ഉണ്ട്, റൊമാൻസിൻ്റെ പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധർമ്മേന്ദ്ര അയാൾ അന്ന് മുഖ്യ നായകൻ 2 പേരും ഉണ്ടെങ്കിൽ ധർമ്മേന്ദ്രക്കാണ് പാതകനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഹിറ്റ് മേക്കർ മൂപ്പരാണ്, അയാൾക്കാണ് നായക. പക്ഷേ അയാൾ കാമുകയായിട്ടാണ് ഹേംബാലി. അപ്പോൾ ധർമ്മേന്ദ്ര വിവാഹിതന് 3 മക്കളുടെ 2 ആൺകുട്ടി 1 പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ അച്ഛൻ കൂടിയാണ്. അവരുടെ ഹേമാലിയായിട്ട് പ്രണയമാകുന്നു. ആ പ്രണയം അങ്ങനെ കാരണം 2.5 വർഷം തുടർച്ചയായിട്ട് ബോംബെയിൽ വരും. പക്ഷേ ഈ മാഹോൽ പുറമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ രാംനഗറിൽ അങ്ങനെ ആ ഗ്രാമത്തിൽ അങ്ങനെ ജീവിച്ചിട്ടാണ് ഇങ്ങനെ വളരുന്നത്. അപ്പോൾ അവരുടെ പ്രണയം റൊമാൻസ് അങ്ങോട്ട് വളർന്നു.
ഇതേ സമയത്ത് തന്നെയാണ് അമിതാഭ് ബച്ചനും ജയബാദ്രിയും തമ്മിലുള്ള പ്രണയം കൂടി മൂത്തു വരുന്നത്. പക്ഷെ അപ്പോഴേക്കൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ 73 സഞ്ചേറിൽ ഒന്നിച്ച് അഭിനയിച്ചു, പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ കുറേ വന്നെങ്കിലും അവരുടേതായ ഒരു പ്രണയം ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രണയം ജാവേദ് അക്തർ അല്ലെങ്കിൽ ജാവേദ് അക്തറും സലീം ഖാനും കൂടി കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മേന്ദ്രയുടെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ റോഡ് സൈഡ് റോമിയോ പോലെ ഇങ്ങനെ പാട്ടുപാടി പിന്നാലെ നടന്ന് അടി കിട്ടി തമാശ പറഞ്ഞ് ഇവർ കൊണ്ട് നടന്ന് കുഴലൊക്കെ വിളിച്ച് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അവരുടെ പോകുന്നത് സാധാരണ ഇതിലായിട്ട്. മറിച്ച് അമിതാഭ് ബച്ചനും ജയബാദ്രിയും തമ്മിലുള്ള ആ ക്യാരക്ടറിൻ്റെ വ്യത്യാസമാണ്. ജയബാദ്രിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രാധ എന്ന ക്യാരക്ടർ ഭർത്താവ് കൊല്ലപ്പെട്ടു. അത് അംജദ് ഖാൻ്റെ ഈ ഗബ്ബർ സിംഗിനെ കൊല്ലുന്നതാണ്. അതായത് ഠാക്കൂർ ബൽദേവ് സിംഗിൻ്റെ കുടുംബത്തെ മുഴുവൻ കൊല്ലുകയാണ് ഇയാൾ. ആ ഒരു പെൺകുട്ടിയാണ് രാധ. ഒരു 2-3 മാസം ഭർത്താവോട് ജീവിച്ചൊന്നും അറിയില്ല, ആപ്സായിട്ടുള്ളൂ, അപ്പോഴേക്ക് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ അമിതാഭ് ബച്ചനാണെന്നുണ്ടെങ്കിൽ അവർ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരു വെള്ള വസ്ത്രം ധരിച്ച് വീട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വിളക്ക് കൊളുത്താൻ വരും. അവർ താമസിക്കുന്നത് അടുത്തുള്ള റൂമിലാണ്. പിന്നെ ഈ ഇവരൊക്കെയുള്ള വിരുവിനും ജയ്ക്കുള്ള താമസം തയ്യാറാക്കുന്നത്. അപ്പം അമിതാഭ് ബച്ചൻ ഇരുന്നിട്ട് ഈ മൗത്ത് ഓർഗൻ, ആർഡിവർമ്മൻ്റെ ഒരു മാസ്റ്ററായിരുന്നു ഹാർമോണിക്ക വായിക്കാനുള്ള. ഒരുപാട് ദോസ്തിയിലെ പാട്ടുകളൊക്കെ ഹാർമോണിക്ക വായിക്കുന്ന ആർഡിവർമ്മനാണ്, അപ്പോൾ അതിൻ്റെ മാസ്റ്ററാണ്. അപ്പം ഇതിലിങ്ങനെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നിങ്ങനെ തിരഞ്ഞ് ഇങ്ങോട്ട് നോക്കും, കേട്ടിട്ട് രാധ തിരിഞ്ഞു നോക്കും. അപ്പോൾ മൂപ്പരൊന്ന് ഇങ്ങനെ നോക്കും. ഇങ്ങനെ വളരെ അസുലഭമായ രീതിയിൽ ചില നോട്ടങ്ങളിലൂടെ ചില ഭാവങ്ങളിലൂടെ റൊമാൻസിൻ്റെ വേറൊരു തലമാണ് അമിതാഭ് ബച്ചനും ജയബാദ്രിയും കൂടെ അവിടെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ പ്രണയത്തിൻ്റെ 2 ഭാവങ്ങൾ അങ്ങ് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ അപ്പോൾ ഈ മനുഷ്യ ബന്ധങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ഇതൊക്കെ തന്നെ വളരെതായിട്ട് ആലോചിച്ച് ചെയ്ത് അതിമനോഹരമായ ഡയലോഗിലൂടെയും അതിൻ്റെ പ്ലോട്ട് ട്വിസ്റ്റിങ്ങിലൂടെയൊക്കെ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ഇതിൻ്റെയാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുമ്പോൾ തന്നെ സ്ക്രിപ്റ്റ് നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക എക്സ്ട്രീം ക്ലോസപ്പിലേക്ക് വരുമ്പോൾ സിനിമ സ്റ്റൈലിൽ പറയുമ്പോൾ അത് ജാവേദ് അക്തറിൻ്റെ ഡയലോഗാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് ഓടി ആളുകൾ കൊണ്ടാടി വലിയ നിലയിലേക്ക് പോയി. ഞാൻ പറയാം ആദ്യഘട്ടത്തിൽ ഇത് റിലീസ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക വേവ് അല്ലെങ്കിൽ ഒരു മാനിയയിലേക്ക് ഇന്ത്യയിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്താതിരിക്കാനുള്ള കാരണം ഭാഷയായിരുന്നു. കേരളത്തിൽ വരാൻ കാരണം തമിഴ്നാട്ടിൽ ഹിന്ദി ഇല്ല, ഹിന്ദി സംസാരിക്കില്ല. കാരണം 1967 മുതൽ 67 പിന്നെ അവർ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ശ്രമം ഉണ്ടായി. അതിനായിട്ട് ഭയങ്കര സമരം നടന്നു. അന്ന് DMK അധികാരത്തിലാണ്. അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രത്യേകം തമിഴ് പിന്നെ പ്രക്ഷേപണം ചെയ്യാനുള്ള തീരുമാനമായി. ഒരു നിലക്കും ഞങ്ങൾ ഹിന്ദിയോട് അടിച്ചേൽപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ആ ലൈനിൽ ഇന്നും പോവുകയാണ്. കേരളത്തിൽ ഹിന്ദി അത്ര പോകില്ല. ആകെ കൂടി ഹിന്ദി സിനിമ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് കുറച്ചുണ്ട്, കൊച്ചിയിലുണ്ട്, ബാക്കിയൊക്കെ ഹിന്ദുസ്ഥാനി അല്ല കർണാടകത്തിൻ്റെ ആൾക്കാരാണ്. കേരളത്തിൽ ഹിന്ദി സിനിമ അത്ര വ്യാപകമായിട്ട് അന്ന് പ്രദർശിപ്പിച്ചിരുന്നില്ല ഇതിൻ്റെ സംഗതികളൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് ബോംബെയിൽ 1975 ഓഗസ്റ്റ് 15 കഴിഞ്ഞ് ഓഗസ്റ്റ് 28 രണ്ടാമതായിട്ട് അവരത് റിലീസ് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. കാരണം ഇതേമാതിരി വലിയ സെൻറ്ററാണ്. പിന്നെയാണ് മറ്റ് ഡൽഹി ഭാഗങ്ങളിലേക്കൊക്കെ ചെയ്യുന്നത്. ഷോയിലെ കാലത്തിലൊരു വലിയ ലാൻഡ് മാർക്കായിട്ട് നിൽക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻ മാത്രമല്ല, ഈ ജനങ്ങളെ മുഴുവനും ഒന്നിപ്പിക്കാൻ കഴിഞ്ഞ ഇതൊക്കെ ഞാൻ പറയുന്നത് രംഗിതേ ബസന്തി ആയാലും PK ആയാലും 3D പിന്നെയും കുറേ മുന്നോട്ടുണ്ട്. ഇതൊന്നും ഗ്രാമീണ മേഖലയിലേക്കൊന്നും അതും ഗ്രാമീണരെ മുഴുവൻ ഒന്നിങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്നിട്ടില്ല. ആ നിലയിലേക്ക് സിനിമയെ കൊണ്ടുപോയത് ഷോലെ എന്നുള്ള സിനിമയാണ്.